എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷനാണ്. ചൂടോടെ ഒരു റോസ്റ്റ് വീഡിയോ റിയാക്ഷൻ ചെയ്യാനുണ്ട്. പിന്നെന്താ, ഓടിച്ചിട്ട് പിടിച്ചതാണ്. ഫിലിമി ഷെക്കിന്റെ ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്. കാങ്കുവ ആസ്വദിക്കാം. സുഹൃത്തുക്കളെ മാക്സിമം എൻജോയ് ചെയ്തു. അന്ന് പോയി ഫസ്റ്റ് ഷോ കണ്ട് വെറുത്ത ആൾക്കാരൊക്കെ എല്ലാവരോടും കൂടി പറയണം, മാക്സിമം എൻജോയ് ചെയ്തോളാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഫിലിമി ഷെക്കിന്റെ റോസ്റ്റ് വീഡിയോ കാണാം. നമ്മൾ ഇന്നലെ റീലോഡിന്റെ റോസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ എന്തുവാ നമ്മൾ എല്ലാവരും വായപ്പൊളന്ന് കണ്ടൊരു അപരാധം. 2011 7 മറവിന് ശേഷം ഒരു നല്ല തിയേറ്ററുകൾ പടം പോലും ഇല്ലാതെ ഓൾറെഡി എയറിൽ നിൽക്കുന്ന സൂര്യനെ അടിച്ച് ബഹിരാകാശത്തേക്ക് കയറ്റിയ ഒരു പടം. അങ്ങനെ ബഹിരാകാശത്ത് എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന സൂര്യനെ സ്വന്തം ഭാര്യ വന്നൊരു റിവ്യൂ ഇട്ട് എന്നും പറഞ്ഞ് ബഹിരാകാശത്തേക്ക് ആട്ടി ഓടിച്ചൊരു പടം. സത്യം. കങ്കുവ, ഡയറക്റ്റഡ് ബൈ ദി ലെജൻഡറി ഡയറക്ടർ ശിവ. ഒരു നല്ല നടന്റെ ഉള്ളുന്ന് പോലും അയാളുടെ ഏറ്റവും കൂറ പെർഫോമൻസ് എങ്ങനെ പുറത്തെടുക്കാമെന്ന് കാണിച്ചു തന്ന ജെം ഓഫ് ഡയറക്ടർ. ചെറിയ ടീം അല്ല. അപ്പൊ പടം തുടങ്ങും തന്നെ കാണിച്ചുകൊണ്ടാണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഈ പടത്തിൽ നടക്കുന്ന അപരാധങ്ങൾ മൊത്തം ഒറ്റയ്ക്കിരുന്ന് കണ്ടു തീർത്ത ആളാണ് ഈ തങ്കച്ചേട്ടൻ. അപ്പൊ ആദ്യം തന്നെ ഈ തങ്കച്ചേട്ടൻ 2024 കണ്ട അപരാധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ സമയത്ത് ഒരു റഷ്യൻ പ്രൈവറ്റ് ബയോമെഡിക്കൽ റിസർച്ച് സെന്ററിൽ കുറച്ച് കൊച്ചു പിള്ളേരുടെ തലയിൽ ഒരു ചീനച്ചട്ടി കമഴ്ത്തി വെച്ച് സൂപ്പർ പവർ ഡെവലപ്പ് ചെയ്ത് സൂപ്പർ ഹീറോസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാവും. അപ്പോഴാണ് അവിടുന്ന് ഒരു കൊച്ചെറുക്കാൻ കത്തിയിലെ വിജയണ്ണൻ ഓടുന്ന പോലെ ഒരു പാടത്ത് കൂടെ എങ്ങനെയൊക്കെയോ ഇറങ്ങി ഓടി ഒരു ട്രെയിനിൽ വന്ന് കയറി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത്. ഞാനൊക്കെ പണ്ടൊരു സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി കണ്ട് 8 കാലിലെ വവ്വാലിനെ കൊണ്ടൊക്കെ കടുപ്പിച്ച് നടത്തിയിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു സൂപ്പർ ഹീറോ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത്. അതും പോരാഞ്ഞിട്ട് ഈ രക്ഷപ്പെടുന്ന സമയത്ത് ആ ട്രെയിനിൽ കയറി രാമനാമം ജപിച്ചിരിക്കുന്നതിന് പകരം അവൻ അവിടെ നിലത്ത് കിടന്ന ഒരു കരിക്കട്ട എടുത്ത് സൂര്യണ്ണന്റെ ചിത്രം വരയ്ക്കും. പിന്നീട് കാണിക്കുന്നത് ഗോവയിൽ നമ്മുടെ സൂര്യനാണ്. അവിടെ ഒരു ജിമ്മിൽ കുറെ ഗുണ്ടകളെ ഡംബൽസായി ഉപയോഗിച്ച് വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാവും നമ്മുടെ സൂര്യൻ. ഇത് സൂര്യനന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. ഇയാളുടെ മെയിൻ ശത്രുവാണ് ദിഷാപട്ടാണി. ഇവർ രണ്ടുപേരും കൂടി ബൗണ്ടി കിട്ടാൻ വേണ്ടി കള്ളന്മാരെ പിടിച്ച് അൽഫാമിന്റെ ചെസ്റ്റ് പീസിന് വേണ്ടി തല്ലുടുന്ന പോലെ തമ്മിൽ തല്ലാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇൻസിലിയുടെയും വേറെ വെറുപ്പിക്കൽ. അങ്ങനെ ഈ വെറുപ്പിക്കലൊക്കെ കണ്ട് തലപ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് സൂര്യയുടെയും ശിവയുടെയും വക എടാ മക്കളെ ഞങ്ങളും കുറച്ച് അപ്ഡേറ്റഡ് ഒക്കെ ആടാ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ഒട്ടോന്റെ പരസ്യം പോലെ ഒരു പാട്ടും പിന്നെ സൂര്യണ്ണന്റെ കുറച്ച് ക്യൂട്ട്നെസ് മുക്കലും. എത്ര നല്ലൊരു നടനായിരുന്നു. അങ്ങനെ സൂര്യനന്റെ ജീവിതം ഇങ്ങനെ അപരാധിച്ച് തീർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ റഷ്യൻ മെഡിക്കൽ റിസർച്ച് സെന്ററിൽ നിന്ന് ഓടിപ്പോയ പയ്യൻ നേരെ സൂര്യനന്റെ അടുത്തെത്തുന്നത്. അവനെ കണ്ടപ്പോ തന്നെ സൂര്യനൻ ഞാനിവനെ എവിടെയോ എന്നൊക്കെ ഒരു തോന്നലാണ്. എന്നിട്ട് ആ ചെക്കനെ അണ്ണനെടുത്തങ്ങ് വളർത്തും. പിന്നെ ഒരു കാര്യം പറയാൻ പോയി, ഈ പടം ഒരു 3D പടമാണ്. അപ്പൊ ഈ 3D എവിടെയെങ്കിലും ഒന്ന് അപരാധിക്കണമല്ലോ. അതിനുവേണ്ടി അവന്മാര് കുറെ ഐസ് കട്ടയും ജെംസ് മിഠായും ഒക്കെ എടുത്ത് ക്യാമറയിലേക്ക് അങ്ങ് വലിച്ചെറിയും. ദി സാൽമൺ 3D എഫക്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ റഷ്യൻ റിസർച്ച് സെന്ററിൽ ആൾക്കാർ വന്നവിടെ ഒരു നെന്മാറ വെടിക്കെട്ട് നടത്തി സൂര്യനെ ചങ്ങലക്കിട്ട് ആ ചെറുക്കനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. അത് കണ്ടത് മണ്ണൻ തന്റെ കൈയൊക്കെ വളച്ചൊടിച്ച് ആ ഹാൻഡ് കഫ് ഊരി അവന്റെ പിന്നാലെ ഓടും. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രനെ ഫോക്കസ് ആക്കിക്കൊണ്ട് പടം നേരെ 1070 പോകുന്നത്. അതോടെ നമ്മൾ പ്രേക്ഷകർ ഈ കളറും പോകുമ്പോൾ ഒച്ചയും ബഹളം ക്യൂട്ട്നെസ്സും ഒന്നും ഇനി കാണാതെ കുറച്ചു നേരം സമാധാനത്തോടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ആ വിചാരം നമ്മുടെ മനസ്സിൽ നിന്ന് തലച്ചോറിലെത്തി തീരുന്നതിന് മുന്നേ അവിടെ സൂര്യനൻ ബാബു ബോയ്സിന്റെ കോസ്റ്റ്യൂംസും ഇട്ടുവന്ന് അലറാൻ തുടങ്ങും. ഇവിടെ മുതലാണ് ഈ സിനിമ കാട്ടപരാധമായി മാറുന്നത്. കാരണം ഇനി ഫുള്ള് ഒരു കാട്ടിൽ നടക്കുന്ന അപരാധങ്ങളാണ്.
അപ്പൊ ഇതിലെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ പണ്ട് റോമൻ രാജാവ് കടലിലൂടെ ഇങ്ങനെ കപ്പലോടിച്ച് പോകുമ്പോഴാണ് തമിഴ്നാട് സൈഡിലെത്തിയപ്പോൾ 5 ദ്വീപുകൾ കാണുന്നത്. മണ്ടയാറ്, വെങ്ങാട്, മുക്കാട്, പെരുമാച്ചി, കാക്കനാട്. അതിലെ സൂര്യനന്റെ ദ്വീപാണ് പെരുമാച്ചി. ആ ദ്വീപ് നിവാസികൾ സൂര്യൻ വൻ സംഭവമാണ്. മൂപ്പർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാവും. പെരുമാച്ചി ഭയങ്കര ഒരു ഹൈടെക് ഗ്രാമമാണ്. അന്ത കാലത്ത് പോലും അവിടെ മൊബൈൽ ഫോണൊക്കെ ഉണ്ട്. ഈ പിയിലൂടെ ഊതിയാൽ വരുന്ന സൗണ്ട്സ് ഡീകോഡ് ചെയ്തിട്ടാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത്. അങ്ങനെ ആ റോമൻ രാജാവ് പെരുമാച്ചി പിടിച്ചടക്കാൻ തീരുമാനിക്കും. അതിനുവേണ്ടി അവരുടെ ഒരു ചാരനെ പെരുമാച്ചിയിലേക്ക് വിടും. അവൻ അവിടെ പോയി പെരുമാച്ചിയിലെ മൂപ്പനോട് ഇങ്ങനെ പറയും, അടുത്ത ദ്വീപിൽ കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 100 ആൾക്കാരെ വേണമെന്ന്. അത് കേട്ടത് മൂപ്പൻ പറയും, ആ കൊണ്ടേക്കോന്ന്. അതോടെ ആ ചാരൻ പെരുമാച്ചിയിലെ 100 ആൾക്കാരെ കൊണ്ട് ഒരു കാട്ടിലേക്ക് പോകും. അങ്ങനെ അവൻ അവിടുത്തെ അവന്മാരൊക്കെ കൊല്ലും. എന്നിട്ട് അവന്മാരുടെയൊക്കെ കൈ വെട്ടിയെടുത്ത് ആ റോമൻ രാജാവിന് കൊണ്ടുകൊടുക്കും. അപ്പൊ ആ റോമൻ രാജാവ് അവന് 2 ആരോട്ട് ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കും. പിന്നീട് അടുത്ത ദിവസം ആ ചാരൻ പിന്നെ ആ സെയിം പരിപാടി അങ്ങ് ഇറക്കും. അവൻ വീണ്ടും പെരുമാച്ചിയിൽ പോയി മൂപ്പനോട് കപ്പൽ പണിയാൻ ഒരു 100 ആൾക്കാരും കൂടി വേണമെന്ന് പറയും. മൂപ്പൻ പിന്നെയും ഓക്കെയുന്നു. അങ്ങനെ വീണ്ടും ആ ചാരൻ പെരുമാച്ചിലെ 100 ആൾക്കാരെ കൊല്ലാൻ വേണ്ടി കാട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കൈവെട്ടം കൊണ്ടുപോയ 100 ആൾക്കാരിൽ ഒരുത്തൻ ചാവൂല. അവൻ ഒളിച്ചിരുന്ന് അവന്റെ സ്വന്തം കൈവെട്ടി അവിടെ ഇട്ട് ചത്ത പോലെ കിടന്ന് രക്ഷപ്പെടും. സോ ഗൈസ്, അവൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കങ്കുവന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കങ്കുവൻ ടീംസും അവിടെ വന്ന് ആ ചാരനെ ടീംസിനെയും ഒക്കെ അടിച്ചൊതുക്കി ആ ചാരനെ കെട്ടിത്തൊക്കി പെരുമാച്ചിയിലേക്ക് കൊണ്ടുവന്ന് അവനെ വിറക് കൂട്ടി കത്തിച്ച് ബക്കറ്റ് ചിക്കൻ ആക്കും. ബട്ട് ഗൈസ്, ആ പെരുമാച്ചിയിലെ ആൾക്കാർക്ക് ആ ചാരനെ മാത്രം കൊന്നാൽ പോരാ, അവന്റെ ഭാര്യനെയും മോനെയും കൂടി കൊല്ലണമെന്ന് പറഞ്ഞ് ആകെ ബഹളം വെക്കും. വിഷമം വന്ന ചാരന്റെ ഭാര്യ അവരുടെ കങ്കുവന്റെ കയ്യിൽ കൊടുത്ത് ഇവനെ ഇനി നീ വേണം നോക്കാനെന്നും പറഞ്ഞ് ആ തീയിലോട്ട് എടുത്തങ്ങ് ചാടും. അങ്ങനെ നമ്മുടെ കങ്കുവൻ ആ ചാരന്റെ മോനെ സ്വന്തം മോനെ പോലെ നോക്കി വളർത്തുകയാണ്. സ്നേഹം വാരിക്കൊരു കൊടുത്ത് അവനെ നമ്മുടെ കങ്കുവൻ എല്ലാ അഭ്യാസ മുറകളും പഠിപ്പിക്കും. ഇതേ സമയം റോമൻ രാജാവ് അടുത്ത പ്ലാനുമായി വരികയാണ്. അതെന്താന്ന് വെച്ചാൽ ഇവർ നേരെ ബോബി ഡിയോളിന്റെ ഐലൻഡായ ഫുൾ ടൈം കാക്കകൾ പറന്നുകൊണ്ടിരിക്കുന്ന കാക്കനാട്ടിലേക്ക് പോകും. മഞ്ഞപ്പൊടി വ്യാപാരമാണ് കാക്കനാട്ടുകാരുടെ പ്രധാന പരിപാടി. ഫുൾ ടൈം മഞ്ഞപ്പൊടി പാറിക്കൊണ്ടിരിക്കും. സോ ഗൈസ്, അങ്ങനെ റോമൻസ് ബോബി ഡിയോളിനോട് പറയും, 3 ആരോ റൂട്ട് തരാം, ആ കങ്കുവനെ കൊല്ലം കുറച്ച് ആൾക്കാരെ വേണമെന്ന്. അതോടെ മഞ്ഞപ്പൊടി മാത്രം കണ്ടു വളർന്ന ബോബി അണ്ണൻ ആരോ റൂട്ട് കണ്ടതും തന്റെ കുറച്ച് ആൾക്കാരെ കങ്കുവനെ കൊല്ലാൻ വേണ്ടി പെരുമാച്ചിയിലേക്ക് പറഞ്ഞയക്കും. പക്ഷെ നമ്മുടെ കങ്കുവൻ ആരാ മുതല് അവന്മാരെയൊക്കെ കങ്കുവൻ ഒരു വലിയ മരമെടുത്ത് നടുവിൽ വെച്ച് കെട്ടി ഫാന് പോലെ കറങ്ങി അടിച്ചു തീർപ്പിക്കും. എന്നിട്ട് ഒരുത്തിനടുത്ത് കുത്തിക്കൊല്ലും. ആ മരം വരെ പൊളന്നു നമ്മള്. ഈ ഗ്യാപ്പിലാണ് അത് സംഭവിക്കുന്നത്. നമ്മുടെ കങ്കുവൻ സ്നേഹം വാരിക്കോരി കൊടുത്ത് വളർത്തിയ പഴം പോലെ ഇരുന്ന ചാരന്റെ മോൻ ഒരു വാളെടുത്ത് കൊണ്ടുവന്ന് എന്റെ ഡാഡിയെ നീ കൊല്ലുമല്ലേടെന്ന് പറഞ്ഞ് നമ്മുടെ കങ്കുവന്റെ നെഞ്ചത്തിട്ട് കുത്തും. കങ്കുവൻ അങ്ങനെ ചാവുകയൊന്നുമില്ല. പക്ഷെ ഈ വിവരം അറിഞ്ഞതും നാട്ടുകാരൊക്കെ കൂടി ആ ചെക്കനെ കത്തിച്ച് കളയാൻ വേണ്ടി തീരുമാനിക്കും. ബട്ട് ഗൈസ്, നമ്മുടെ കങ്കുവൻ ഇവൻ എന്റെ മോനാണ്, ഇവനെ കൊല്ലാൻ സമ്മതിക്കില്ല എന്ന് പറയും. അങ്ങനെ പെരുമാച്ചിയിലെ നിയമം തെറ്റിച്ചതിന്റെ പേരിൽ നമ്മുടെ കങ്കുവനെയും ആ ചെറുക്കനെയും പെരുമാച്ചിക്കാര് ഭയങ്കരമായ ഒരു കാട്ടിലേക്ക് വനവാസത്തിന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ആ കൊടുങ്കാട്ടിൽ ആ കൊച്ചെറുക്കന്റെ സ്നേഹം പിടിച്ചു പറ്റാനും അവന്റെ മമ്മിക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാനും വേണ്ടി ശ്രമിക്കുകയാണ് കങ്കുവൻ. ആ ചെറുക്കനെ കാട്ടിൽ നിന്ന് ഒരു മുതലൊക്കെ ആക്രമിക്കാൻ വേണ്ടി വരും. അത് കണ്ടത് കങ്കുവൻ സ്വന്തം ജീവൻ പണയം വെച്ച് ആ മുതലേക്ക് അങ്ങനെ പലതരത്തിലുള്ള ക്രിഞ്ചുകളിലൂടെ ആ കൊച്ചെറുക്കന്റെ സ്നേഹം കങ്കുവൻ പിടിച്ചു പറ്റുകയാണ്. ഇതേ സമയം ഇങ്ങ് പെരുമാച്ചിയിൽ അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി കാക്കനാട്ടിലെ ബോബി ഡിയോളിന്റെ മോൻ വരും. ഈ സമയം പെരുമാച്ചിയിൽ വിന്ററൊക്കെ മഞ്ഞൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ബോബിയുടെ മോൻ ആ പെരുമാച്ചിയിലെ പെണ്ണുങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരു മഞ്ഞ മലയിൽ നിൽക്കുകയാണ്. ഓ മൈ ഗോഡ്, നമ്മുടെ പെരുമാച്ചിയിലെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതോർത്താരും പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം പെരുമാച്ചിയിലെ പെണ്ണുങ്ങളെയൊക്കെ നമ്മുടെ PT സാർ കങ്കുവൻ ട്രെയിൻ ചെയ്യിപ്പിച്ച് നല്ല സിംഗ പെണ്ണുങ്ങളാക്കി എടുത്തിട്ടുണ്ടാവും. അവരാ കാക്കനാട് ടീംസിനെ കൊന്ന് ബോബിയുടെ മോനെ മരത്തിൽ കെട്ടി പീസാക്കി പറിച്ചു കളയും. അതോടെ ദേഷ്യം വന്ന ബോബി പെരുമാച്ചിയിൽ പോയി വൻ അക്രമം അഴിച്ചുവിടും. അവിടുത്തെ മൂപ്പനെ കൊല്ലും. പക്ഷേ ചാവുന്നതിന് മുന്നേ മൂപ്പൻ കങ്കുവയ്ക്ക് ഒരു പരുന്ത് വഴി പെരുമാച്ചി ഉമ്പി എന്നൊരു മെസ്സേജ് കൊടുക്കും. ആ മെസ്സേജ് അറിഞ്ഞതോടുകൂടി കങ്കുവൻ കാടറിഞ്ഞു വരും. എന്നിട്ട് കങ്കുവന് ബോബി കൂടി വൻ യുദ്ധം. കങ്കുവൻ വന്ന്
തീയുണ്ട വിടും. അമ്പിന്റെ മേലെ വിഷപ്പാമ്പിനെ വെച്ച് വിട്ട് അതിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലും. മലയുടെ മുകളിൽ നിന്ന് കുറെ തെർമാക്കോൾ വലിച്ചിട്ട് ശത്രുക്കളേക്ക് കൊല്ലും. അങ്ങനെ വൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബോബിയുടെ ടീംസ് നമ്മുടെ കങ്കുവന്റെ യുദ്ധം കണ്ട് വൻ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കൊച്ചെറുക്കനെ തട്ടിക്കൊണ്ടുപോകുന്നത്. 2024 ഗോവയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ. പിന്നീട് ക്ലൈമാക്സ് ആണ്. 2024 സൂര്യനൻ അവനെ രക്ഷിക്കാൻ വേണ്ടി പിന്നാലെ പോകുന്നതും 1070 കങ്കുവൻ അവനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതും ഇങ്ങനെ ഇടവിട്ട് കാണിക്കണം. 1070 അവനെ കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോയി വെക്കുന്നത് ഒരു കപ്പലിലാണെങ്കിൽ ഇവിടെ 2024 അവനെ കൊണ്ടുപോകുന്നത് ഒരു പ്ലെയിനിലും. അവനെ പ്ലെയിനിൽ കൊണ്ടുപോകുന്നത് കണ്ടതും ഇവിടെ സൂര്യനൻ ഒരു ബൈക്ക് എടുത്ത് വന്ന് ആ പ്ലെയിനിലേക്ക് ചാടിക്കയറും. എന്നിട്ട് പറന്ന് പോണ പ്ലെയിനിൽ ചാടിണ്ടാക്കും. ഇവിടെ 1070 കപ്പലിലാണ് അലറി വിളിച്ചുകൊണ്ടുള്ള അടി. മൈദ പൊറാട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ പാർട്സും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് പിറ്റേന്ന് പോയാൽ പോലും ഇതുപോലെ മുക്കൂല. അങ്ങനെ അടിയുടെ ഇടയിൽ 2024 സൂര്യ പ്ലെയിനിൽ നിന്ന് പുറത്തു വീണ് അവിടെ അള്ളി പിടിച്ച് തൂങ്ങി നിന്ന് അലറുകയാവും. 2024 ആ കൊച്ചെറുക്കനെ സ്രാവുകൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി ബോബി അണ്ണൻ അവനെങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാവും. അങ്ങനെ അവനെ ആ സ്രാവിന്റെ അടുത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടി ആ കയർ പിടിച്ച് വലിച്ച് അലറുകയാവും സൂര്യനെ. അങ്ങനെ അവസാനം ആ കയറ് പിടിച്ചുള്ള സൂര്യനന്റെ അലറി വിളിച്ചുള്ള വെറുപ്പിക്കൽ സഹിക്കാൻ വയ്യാണ്ട് ഇതിലും ഭേദം ആ സ്രാവിന്റെ കടിയാണെന്നും പറഞ്ഞ് ആ കൊച്ചെറുക്കൻ ആ കയറങ്ങ് വെട്ടു. എന്നിട്ട് നേരെ സ്രാവിന്റെ തൊള്ളയിലേക്ക് പോകും. അതിലാകെ ദേഷ്യം വന്ന കങ്കുവൻ ബോബിയുടെ അങ്ങ് കൊല്ലും. എന്നിട്ട് ആ കൊച്ചെറുക്കൻ തട്ടിപ്പോയതിൽ മനനൊന്ത് ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നിന്നെ ഞാൻ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞ് ശബ്ദമെടുക്കും. ആ പറഞ്ഞ ജന്മമാണ് ഈ ജന്മമായി അപരാധിച്ചത്. ഇതേ സമയം അവിടെ ചെറുക്കന്റെ തല വെട്ടാൻ വേണ്ടി ചെരിച്ചു എടുത്തുകൊണ്ട് പോവുകയാവും. അപ്പോഴേക്കും എങ്ങനെയൊക്കെയോ നമ്മുടെ സൂര്യനൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന് ആ വില്ലന്മാരെയൊക്കെ കൊന്ന് ആ ചെറുക്കനെ രക്ഷിക്കും. ഈ നടന്ന കാര്യങ്ങൾ മൊത്തം ഒരു CCTV വഴി ആ റഷ്യൻ റിസർച്ച് സെന്ററിന്റെ മുതലാളി എന്ന് കാണുന്നുണ്ടാവും. അത് മറ്റാരുമല്ല നമ്മുടെ കാർത്തിക്. മൂപ്പർ 1070 ജന്മത്തിൽ ബോബിക്കുണ്ടായ ഒരു കയ്യബദ്ധമായിരുന്നു. എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ഇപ്പോഴാണ് ഈ സിനിമ ഒരു ഫാമിലി എന്റർടൈനർ ആയത്. സൂര്യ നായകൻ, വില്ലനായി സൂര്യയുടെ അനിയൻ കാർത്തി, സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ സഹായിച്ചത് ജ്യോതിക, പ്രൊഡ്യൂസറും ഡയറക്ടറും സൂര്യയുടെ ഫാമിലി ഫ്രണ്ട്സ്, എ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ. ഇനി കാർത്തിയും സൂര്യയും തമ്മിലുള്ള 1070 2024 ക്ലാഷ് നമുക്ക് കങ്കുവ സെക്കൻഡ് പാർട്ടിൽ കാണാം. അതിന്റെ ഇടയിൽ അപരാധങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ആ സൂപ്പർ പവർ കിട്ടിയ കൊച്ചക്കന്റെ കുറച്ച് അപരാധവും ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോ. എന്താ ലാസ്റ്റ് ഒന്ന് ചോദിച്ചല്ലേ ആഷിർ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സിനിമയില്. വേറെ കാര്യം പറയട്ടെ, ഇത് ഈ ടീമിന് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റോസ്റ്റ് വീഡിയോ. കാരണം സിനിമ അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു ടോർച്ചറിങ് ആണ്. പക്ഷെ അതിനേക്കാളും ഇതൊരു ഓർഡറിലൊക്കെ ഇത് കറക്റ്റ് പറഞ്ഞു തന്നിട്ടേ ഇത് കുറച്ചെങ്കിലൊക്കെ ഒരു വലിപ്പം ഉണ്ട്, കണ്ടന്റ് ഉണ്ട് എന്ന് തോന്നിപ്പിച്ചു. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഓരോ സാധനം വരുന്നുണ്ട്. അതെ, പെരുമാച്ചി ഊമ്പിന്ന് അത് പൊളിച്ചിട്ട് നമ്മള് ഫിലിം ഷെക്കിന്റെ ഒക്കെ കാണുന്നത് തുടക്കം മുതലേ വരുന്ന സാധനം അതാ. ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതില്ലായിരുന്നു അത്രയും നേരം. നോർമലായി ഇങ്ങനെ പോവായിരുന്നു, സ്റ്റോറി ടെല്ലിങ് പോലെ. അതാണ് നടന്നുകൊണ്ടിരുന്നത്. റോസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ആ സാധനമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണം, അപ്പോഴാ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. എന്താണെങ്കിലും പെരുമാച്ചി മുമ്പിന്ന് സിഗ്നൽ എടുത്ത് എന്താണെങ്കിലും സംഭവം അടിപൊളിയായിട്ട്, എന്തായാലും അടിപൊളിയുണ്ട്. റീലോഡിന്റെ ഞങ്ങൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനേക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ്. ഗംഭീര സാധനം ശരിക്കും. ഒരു പടിയല്ല, ഒരുപാട് പടികൾ. സത്യമായിട്ടും സാധാരണ ചില സമയങ്ങളിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി വരും. നേരെ തിരിച്ചാണ്. മാർട്ടിന്റെ റോസ്റ്റില് ഏറ്റവും ബെസ്റ്റ് ഫിലിം അത് ഭീകരമായിട്ടുള്ളൊരു മാർട്ടിന്റെ അല്ല ദേവര, മാർട്ടിനും ദേവരെ. അയ്യോ ദേവര ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഫിലിമിൽ. പക്ഷെ ആ ടൈമില് റീലോഡ് കുറച്ച് അത്ര അങ്ങോട്ട് എഫക്റ്റ് ആവുന്നില്ലായിരുന്നു. പക്ഷെ ഇതില് വന്നപ്പോ നേരെ തിരിഞ്ഞു കിട്ടും. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് റീലോഡിന്റെ. ഇത് മോശം എന്നല്ല, പക്ഷെ കുറച്ചും കൂടി റോസ്റ്റിംഗ് ഒന്നും കൂടി കുറച്ച് ഉൾപ്പെടുത്തായിരുന്നു എന്ന് തോന്നുന്നു. റോസ്റ്റ് ആദ്യം വന്നത് എനിക്ക് തോന്നുന്നു ഫിലിം ഷെക്കിന്റെ ആണ്. അതിന് ശേഷമാണ് റീലോഡിന്റെ വന്നിട്ടുള്ളത്. അപ്പൊ സമയം എടുത്തിട്ടില്ല, പെട്ടെന്ന് ചെയ്യാനുള്ളൊരു വ്യഗ്രത കാരണം പലതും മിസ്സായി പോയി തോന്നുന്നു.
എന്താണെങ്കിലും അടുത്തതിൽ പിടിക്കാം. സാധനം വരാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഏത് രീതിയിലാണ് വരുന്നത് അല്ലല്ലയാ. യാ യാ യാ. അപ്പൊ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.